പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ജാസിനെ വെച്ച് വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് ഒഴിവാക്കിക്കൂടെ, അവരവരുടെ വഴിക്ക് ജീവിച്ചു പോയിക്കോട്ടെ. അവര് ജീവിക്കുന്നതിനും ജീവിക്കാതിരിക്കുന്നതിനും എനിക്ക് വിഷയമുള്ള കാര്യമില്ല. എന്തുകൊണ്ട് ബാക്കി എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാര് ഈ ഭൂമി മലയാളത്തിൽ ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവരെ കുറിച്ച് മാത്രം നമുക്കിങ്ങനെ പറയേണ്ടി വരുന്നു? അത്രയും കാര്യങ്ങളാണ് അത്രയും മണ്ടത്തരങ്ങളാണ് ഇവര് ഓൺലൈൻ മീഡിയാസ് വന്നിരുന്നിട്ട് ഓരോ കൊണച്ച ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന റിപ്ലൈ. ഒരു സാധനം നമുക്ക് കാണാം. ഓക്കെ, ഇത് ഈ പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ജാസി അപ്ലോഡ് ചെയ്തതാണ്. ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഇത് നമുക്ക് രണ്ട് വശങ്ങളായിട്ട് ഇതിനെ ചർച്ച ചെയ്യാം. ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ഈ വിശ്വാസം ഭയങ്കരമായിട്ട് വിശ്വാസം കൊണ്ട് നടക്കുന്ന, മനസ്സിൽ വിശ്വാസം കൊണ്ട് നടക്കുന്ന ഹിന്ദു മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരെ ഇത് വല്ലാതെ വേദനിപ്പിക്കും. മനസ്സിലായോ? നിങ്ങൾ എന്ന ആ ഒരു സമൂഹത്തെ അംഗീകരിക്കാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഈ പറയുന്ന പോലെ അവര് പൂജിച്ചു വരുന്ന അല്ലെങ്കിൽ അവരെ ആരാധിച്ചു വരുന്ന ദൈവങ്ങളുടെ തലയുടെ അടുത്ത് നിങ്ങളുടെ തല കൊണ്ടുവച്ചത് ആ മതവിശ്വാസികളുടെ മതവിശ്വാസത്തെ, ഹിന്ദു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു AI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്. അത് പലരെയും വേദനിപ്പിക്കാം. നിങ്ങളെ അംഗീകരിക്കാത്ത പല ആൾക്കാരുണ്ടാവും. ഞാൻ എപ്പോഴും പറയില്ല, എന്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തോളൂ, പക്ഷേ മതം, രാഷ്ട്രീയം ഇതൊന്നും തൊട്ട് കളിക്കരുത്, കാരണം കൈ പൊള്ളും എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ഈ രണ്ട് വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വളരെ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. പ്രത്യേകിച്ച് മതം എന്നുള്ള ഒരു ടോപ്പിക് നമ്മൾ എടുക്കുന്ന സമയത്ത് 100 പ്രാവശ്യം നമ്മൾ ആലോചിക്കണം. ഇത് ഈ പറയുന്ന പോലെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഞാൻ പറയട്ടെ, രണ്ടാമത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് എന്താണ് ഞാൻ പറയുന്നത്. എത്രയോ സിനിമകളിൽ ദേവിയുടെ വേഷം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പറയുന്ന പോലെ ശ്രീകൃഷ്ണ ജയന്തി വരുന്ന സമയത്ത് പെൺകുട്ടികൾ കൃഷ്ണന്റെ വേഷം കെട്ടാറുണ്ട്. സിനിമകളിൽ ഈ പറയുന്ന പോലെ പല ദൈവങ്ങളായിട്ട് മനുഷ്യന്മാർ മാറാറുണ്ട്. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് വലിയ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അവരുടെ തല അവർക്ക് ഹിന്ദു മതത്തിൽ ഹിന്ദുക്കൾ ആരാധിച്ചു വരുന്ന ദൈവത്തിന്റെ തലയിൽ കൊണ്ടുപോയിട്ട് ഇവരെ തല വെച്ചൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു, അത് പോസ്റ്റ് ചെയ്തു. ഇതിന്റെ പിന്നില് നിങ്ങൾ ആരാണോ, നിങ്ങളെ ഈ ഒരു ഐഡിയ ആരാണെങ്കിലും, നിങ്ങളെ ഈ സോഷ്യൽ മീഡിയയില് ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കാൻ നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞു തരുന്നത് ആരായാലും അവരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിടണ്ട. കാരണം ഭയങ്കര മാസ്റ്റർ മൈൻഡുള്ള ആളാണത്. നിങ്ങൾക്ക് ആരാണോ ഈ ഒരു ഐഡിയ പറഞ്ഞു തരുന്നത്. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രവേഴ്സി കഴിയുന്ന സമയത്ത് അടുത്തൊരു കോൺട്രവേഴ്സി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ആരാണോ കൃത്യമായി പറഞ്ഞു തരുന്നത് അവരെ വിടണ്ട. കാഞ്ഞ ബുദ്ധിയുള്ള ടീമാണത്. മനസ്സിലായില്ലേ? ഇപ്പം ഈ ഒരു ഇതെന്തായാലും കോൺട്രവേഴ്സി ആവും. ഈ ദൈവത്തിന്റെ തലയിൽ കൊണ്ടുപോയിട്ട് ജാസ്തിയുടെ തല വെച്ചത് കോൺട്രവേഴ്സി ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ത്രൂ കുറച്ച് ഉദ്ഘാടനങ്ങൾ കിട്ടും, അത് ത്രൂ കുറച്ച് പരിപാടികൾ കിട്ടും. ഈ ഒരു ടോപ്പിക്കില്, ഈ ഒരു സംഭവത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്റെ ഒരു കാഴ്ചപ്പാടില് എന്തായാലും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. അപ്പൊ നമ്മള് ഈ പറയുന്ന ജാസി എപ്പോഴും വന്നിട്ട് പറയും ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന എല്ലാ വിശ്വാസങ്ങളും അത് ചെയ്യുന്നുണ്ട്. എന്നാൽ ജാസി നമ്മുടെ വിശ്വാസ പ്രകാരം നോക്കുവാണെങ്കിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലാണ്. നമ്മുടെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാൻ വർഗീയത പറയുകയല്ല, എല്ലാവർക്കും അവരുടെ വിശ്വാസം കാണും, ആ വിശ്വാസത്തിന് ചില നിയമങ്ങൾ കാണും, അത് എല്ലാവർക്കും ബാധകമായിരിക്കും. വിശ്വാസികളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു വിശ്വാസം, നമ്മുടെ വിശ്വാസത്തിലും ആദർശത്തിലും ഉറച്ചു നിൽക്കുകയും മറ്റുള്ള മതങ്ങളെ എന്തെടുക്കുക, ബഹുമാനിക്കുകയും അവർക്ക് ആരാധനയിലോ മറ്റു കാര്യങ്ങളിലോ സഹായം വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ മതത്തിന്റെ ഒരു വീക്ഷണം. അല്ലാതെ അവരുടെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ പോയി പങ്കെടുക്കാൻ മതം പറയുന്നില്ല. എന്നാൽ ഈ ജാസി പോയിട്ട് എല്ലായിടത്തും പോയി അവിടെ പിന്നെ എല്ലാ നേർച്ചകളിലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോയി, അതും ട്രഡീഷണൽ ആയിട്ടുള്ള ഹിന്ദുസിന്റെ ആണെങ്കിൽ അത്തരത്തിൽ വസ്ത്രമൊക്കെ ചെയ്തുകൊണ്ട് പോയി ഓരോന്ന് ചെയ്തിട്ട് അവിടെ ഇന്ന് തന്നെ പറയും ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ്, ഞാൻ പക്ഷെ എല്ലാ മതങ്ങളെയും. പൊള്ളത്തരമാണ്. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം, ആ കാണിക്കുന്നത് പൊള്ളത്തരമാണ്. ഒരിക്കലും ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനല്ല. ഈ പറയുന്ന ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെയോ ആചാരങ്ങളിൽ പങ്കുചേരാനോ അല്ലെങ്കിൽ അവരുടെ അനുഷ്ഠാനങ്ങളിൽ പങ്കുചേരാൻ പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ല. നമ്മുടെ വിശ്വാസത്തെ അടിയുറച്ച് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാം, അല്ലെ അവരെ ബഹുമാനിക്കാം, അവരുടെ ആരാധനകളെ നമുക്ക് ബഹുമാനിക്കാം.
അങ്ങനെ മാത്രമാണ് മതം പറയുന്നത്. അല്ലാതെ ഈ ജാസി പറയുന്നതിന്റെ കൂട്ട് അവിടെ പോയി നിന്നിട്ട് അവരുടെ ആചാരങ്ങളിൽ നുഴഞ്ഞു കയറി ചെയ്യുന്നത് ഒരിക്കലും ശരിയുമല്ല എന്നാണ് കാര്യം അത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു ഹിന്ദു മത വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ് അതിന്റെ ഓരോ ആചാരങ്ങൾ അല്ലെങ്കിൽ ഓരോ അമ്പലത്തിലും വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇവർ ഈ പറയുന്നത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം, പൊള്ളത്തരമാണ്. കാര്യം അവരുടെ ലാഭേച്ഛയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇത് ചെയ്യാൻ പോകുന്നിടത്തെല്ലാം ഇവരെ അനുകൂലിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവരെ വീഡിയോ ചെയ്യുന്ന കുറെ യൂട്യൂബേഴ്സ് വരും, അവരുടെ കുറെ ബൈറ്റ്സ് ചോദിക്കും, അതിനെക്കുറിച്ച് അവർ പറയും. സത്യമാണ്, അവർക്ക് റീച്ച് ആണ് വേണ്ടത്. ഈ പറയുന്നത് പോലെ വേറൊരു കേസ് ആയിട്ട് കൂടിയുണ്ട് ഇതിനകത്ത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്നത്, അതായത് ഈ ജാസിക്ക് ഇപ്പം പിന്നെ സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കാൻ ഈ പറഞ്ഞതുപോലെ ഹെലൻ പറഞ്ഞതുപോലെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്ന ആരായാലും അതൊരു നല്ലൊരു ടീം ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള PR വർക്കാണ് ഈ ജാസി രേണുസുതി പോലുള്ളവർക്ക് മുമ്പിൽ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാര്യമാണ്. അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുക, അതിലൂടെ സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുക. പിന്നെ ഇവർക്ക് അന്നേരം സോഷ്യൽ മീഡിയ വെച്ച് സെലിബ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഇതേപോലുള്ള കൊളാബ്, അതേപോലെ പ്രൊമോഷൻ വർക്ക്, ഉദ്ഘാടന, അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. അന്നേരം എന്തെടുക്കും, അവർക്ക് പേഴ്സണൽ ലൈഫിൽ എന്താവും, കാശ് ഉണ്ടാക്കാനുള്ള വഴിയാവും. അല്ലാതെ ഈ പറയുന്നത് പോലെ ഇവര് വിശ്വാസത്തിന്റെയോ അല്ലെങ്കിൽ ബാക്കി ഒന്നിന്റെയും പേരിലല്ല, ഇവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്ന കോപ്രായമാണ് ഈ കാണിക്കുന്നതല്ല. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഈ ജാസി ഒരു വീഡിയോ ആയിട്ട് വന്നേക്കൊണ്ട്, അപ്പം 2 വീഡിയോ ആയിട്ട് വന്നേക്കൊണ്ട്, ഇന്നും ഒരു വീഡിയോ ഇട്ടേക്കൊണ്ട്, അപ്പൊ നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം, ജാസിയാണ്. ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ വരാൻ തന്നെ കാരണം, ഞാൻ കുറച്ചു മുമ്പ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ദേവികളുടെ ഫോട്ടോ, എന്റെ ഫേസിൽ ഒരു AI ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്റെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല കമന്റ് ബാഡ് കമന്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്റെ പേഴ്സണലി എന്റെ കുറച്ച് സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത് ഓൾറെഡി ഡിലീറ്റ് ആക്കുകയും ചെയ്തു. ഞാൻ ഡിലീറ്റ് ആക്കിയ ശേഷമാണ് ഈ കുട്ടിയുടെ ഒരു വീഡിയോ കാണുന്നത്. ദൈവങ്ങളുടെ പേരെടുത്ത് നിങ്ങളുടെ കൊണ്ടുവച്ചത് ആ മതവിശ്വാസികളുടെ മതവിശ്വാസത്തെ, ഹിന്ദു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് നിങ്ങൾ ഈ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഒരു മതത്തെയും ഗുണപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല. അത് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്താണ്. ഇത് ജാസി ചെയ്യാൻ മാത്രം എന്താ അത്ര വലിയ പ്രശ്നം എനിക്കറിയില്ല. ഒരു കോൺട്രവേഴ്സിലും ഇല്ലാണ്ട് മാറി നിൽക്കുന്ന വ്യക്തിയാണ്. എന്നെ എല്ലാ കോൺട്രവേഴ്സിലും കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ഈ കുട്ടി. എനിക്കറിയില്ല ഈ കുട്ടിക്ക് എന്താണ് വ്യക്തിപരമായി എന്നോട് ഇത്രയ്ക്ക് ശത്രുത എന്നുള്ളത്. ഞാൻ ഒരു കാരണത്തിലും ഞാൻ ഈ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നോട് ഇത്ര ഈ ശത്രുത കാണിച്ചത് എനിക്ക് മനസ്സിലായി. ഇപ്പൊ അത് ഒരു എന്താ പറയാ, ഒരു മത വ്രണപ്പെടുത്തുന്ന രീതിയിൽ കണ്ട ഒരു മതത്തെ ആ ഒരു രീതിയിലേക്ക് ആ കുട്ടി ചിത്രീകരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ മതവിശ്വാസത്തിലുള്ള കുട്ടികൾ ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഞാൻ ഹിന്ദു മതത്തെയും എല്ലാ മതത്തെയും അതിന്റെ റെസ്പെക്റ്റോട് കൂടിയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്കറിയില്ല ഈ കുട്ടിക്ക് മാത്രമാണ് പ്രശ്നം. ഈ കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്താലും പ്രശ്നമാണ്. എനിക്കറിയില്ല ഈ കുട്ടിക്ക് പേഴ്സണലി എന്നോട് എന്താ ഇത്ര ദേഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പൊന്നു ഹിന്ദു സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയുന്നത്, ഞാൻ അത് ചെയ്തത്, ഞാൻ അത് ഓൾറെഡി ഡിലീറ്റ് ചെയ്തു ആ പോസ്റ്റ്. ആർക്കെങ്കിലും അത് മനസ്സിൽ വിഷമം ഉണ്ടെങ്കിൽ ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ സോറി പറയാണ്. ഇപ്പോ ഇത് എന്താ പറയാ, ഒരു മതവർഗീയത കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് ഈ കുട്ടി എത്തിക്കുന്നത്. ഞാൻ ഇതൊന്നും ആലോചിച്ചിട്ടല്ല വീഡിയോ അല്ല പോസ്റ്റ് ഞാൻ ഇട്ടത്. അത് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കുകയും ചെയ്തു. എനിക്കറിയില്ല ഈ കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്താലും ഈ കുട്ടിക്ക് ഞാൻ പ്രശ്നമാണ്. ഞാൻ എന്താ ചെയ്തത്, ഞാൻ മരിക്കണോ? എനിക്ക് ജീവിക്കേണ്ട ഈ ലോകത്ത് ഇതെന്താണ് ഈ കുട്ടിക്ക് ഇത്രമാത്രം ഒരു പ്രശ്നം വരുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. വേറെ ആർക്കും പ്രശ്നമില്ല. ഈ കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്താലും പ്രശ്നമാണ്. എനിക്കറിയില്ല എന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്ത് ചെയ്താലും പ്രശ്നമാണ്. നിങ്ങൾ പറഞ്ഞു തരുമോ ദയവ് ചെയ്ത്? ആർക്കെങ്കിലും അത് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ റിയലി സോറി. എനിക്ക് ഒരുപാട് ഹിന്ദു സുഹൃത്തുക്കൾ, ഞാൻ ഇപ്പൊ സ്റ്റിൽ നിൽക്കുന്നത് എന്റെ ഒരു ഹിന്ദു സുഹൃത്തിന്റെ വീട്ടിലാണ്. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണാൻ ഇടയായത്. ഇങ്ങനെ ചെയ്തിട്ട് കുട്ടി എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത് ഒന്ന് പറഞ്ഞു തരുമോ ദയവ് ചെയ്തിട്ട്? എന്തിനാണ് എന്റെ പിന്നാലെ ഇങ്ങനെ പിടിച്ച് തൂങ്ങിയിരിക്കുന്നത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്താണ് ഇതിന്റെ അർത്ഥം? എന്തിനാണ് എന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ വേട്ടയാടുന്നത്? എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ പോലെ എന്നെ വെറുക്കണം. അതാണ് ഇവരുടെ മെയിൻ ഒരു മോട്ടീവ്. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ എന്തിനു കാരണം അങ്ങോട്ട് വന്നോ? ജാസി, നിങ്ങൾ ഇത്ര അങ്ങ് വികാരഭരിതം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു കേസായിട്ടിൽ നിങ്ങൾ പറയുന്ന ഈ കുട്ടിക്ക് മാത്രമാണെന്ന് അല്ല, ഒരിക്കലും അല്ല. എനിക്ക് ഉൾപ്പെടെയുള്ള അറിയപ്പെടാത്ത ഒരുപാട് പേർക്കുണ്ട്. ഈ കുട്ടി അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അവർക്ക് എന്തെടുത്തത്. പിന്നെ അവർ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ അറിഞ്ഞത്. അറിയപ്പെടാത്ത എത്രയോ പേരുണ്ട്, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് പോലും ഇടാത്ത എത്രയോ പേരുണ്ട്. ഇത് കണ്ടിട്ട് എതിർക്കുന്നവർ, മനസ്സിൽ കുറ്റം തോന്നിയവർ അല്ലെങ്കിൽ വിഷമം തോന്നിയവർ കാണും. ഈ കോൺട്രവേഴ്സി നിങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് അല്ല, ഇതിപ്പം വേറെ ആരുമല്ല ഉണ്ടാക്കുന്നത്, നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ഈ ചെയ്തത് തെറ്റല്ലെങ്കിൽ പിന്നെ ആ പോസ്റ്റ് എന്തിനാണ് ഡിലീറ്റ് ചെയ്തത്? പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നിട്ട് മാപ്പ് പറയുന്നത്? നിങ്ങൾ അത് ചെയ്തത് തെറ്റല്ലെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോ ഇട്ടേക്കണം. മാപ്പ് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കറിയാം അത് തെറ്റാണ് എന്നുള്ളത്. അപ്പൊ പലർക്കും അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തത്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞത് അത് ഡിലീറ്റ് ചെയ്ത് കള, അത് ശരിയാവത്തില്ല എന്നുള്ളത്. അതേ ഈ പറയുന്ന ഹെലനും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ജാസിയുടെ ഈ പറയുന്ന ഈ ഒരു ഹിന്ദു സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തി വിളിച്ചു പറഞ്ഞ ജാസി ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തേരാ, അത് ശരിയാവത്തില്ല, അത് പിന്നെ പലർക്കും വിഷമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്?
അപ്പൊ അത് ആ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഹെലൻ എന്ന് പറയുന്ന കുട്ടിയും ഞാൻ നോക്കിയിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഡിലീറ്റ് ചെയ്തത്? അപ്പൊ എന്റെ പൊന്നു ജാസി, നിങ്ങൾ ഈ ഓരോ കോൺട്രവേഴ്സി സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് അത് ബാക്കിയുള്ളവരാണ് എന്നുള്ളത്. പിന്നെ നിങ്ങളെ മാത്രം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ട്രാൻസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിപ്പെട്ടവരുണ്ട്. അവരൊന്നും ഈ പ്രശ്നത്തിൽ പോയി പെടുന്നില്ല. നിങ്ങളാണ് ഈ പറയുന്നത് പോലത്തെ ഓരോ കോൺട്രവേഴ്സി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നിരന്തരം നിരന്തരം നിരന്തരം. അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാരെടുത്ത് നിങ്ങളെ റിയാക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് അതുമല്ല ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു പിന്നെ മീഡിയ വരുന്ന ഒരു ബൈറ്റ്സിന് വേണ്ടി ഒരു യൂട്യൂബ് ചാനലുകൾ നിങ്ങളുടെ ഏറാമൂളായിട്ടിരിക്കുന്നവർ വരുമ്പോൾ നിങ്ങൾ എന്തെല്ലാം വിഡ്ഢിത്തരങ്ങളാണ് എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അതൊക്കെ എന്തിന്റെ പേരിലാണ് പറയുന്നത്? നിങ്ങൾക്കും അറിയാം പറയുന്നത് പൊട്ടത്തെറ്റാണ് അല്ലെങ്കിൽ ഈ ശരിയല്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലൂടെ നിങ്ങൾക്ക് എന്തായാലും പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. അപ്പൊ ഓരോ കോൺട്രവേഴ്സി നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ എനിക്ക് തോന്നുന്നത്. അതേപോലെയാണ് മിക്കവാറും ഉള്ളവരെല്ലാം മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു കേസ് കേട്ട് കേരളത്തിൽ എന്തൊരു സംഭവം നടന്നാലും അതിപ്പോ ജിംഷിദായുടെ വിഷയത്തിലാണെങ്കിലും മുരാരി സ്വാമിയുടെ വിഷയത്തിലാണെങ്കിലും ഏതൊരു ഇൻസിഡന്റ് സംഭവിച്ചാലും അതെല്ലാം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ലൈഫിൽ. ജിംഷിയുടെ കൂട്ട് ഇയാൾക്ക് സംഭവിച്ചിട്ടുണ്ട്, മുരാരി സ്വാമി ഇയാളെ സമീപിച്ചിട്ടുണ്ട്, സിനിമാക്കാരെ അഡ്ജസ്റ്റ്മെന്റിന് വിളിച്ചപ്പോണ്ട് തുടങ്ങി ഏതൊക്കെ സംഭവങ്ങൾ ഇപ്പം ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ വൈറലായിട്ട് എന്തോ ആണ് കേരളത്തിൽ ഒരു ഇഷ്യൂ വരുന്നത് അതെല്ലാം ഈ ജാസിയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച കള്ളമാണ് അല്ലെങ്കിൽ നട്ടാകുരുക്കാത്ത കള്ളമാണ് എന്നുള്ളത് എന്റെ പൊന്നു ജാസി കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ഈ പറയുന്നത് പോലെ എല്ലാ മതങ്ങളെ നിങ്ങൾ ബഹുമാനിച്ചു, അതെല്ലാവർക്കും ബഹുമാനമുണ്ട്. പക്ഷെ അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നുഴഞ്ഞു കയറിയിട്ട് നിങ്ങൾ ഈ പ്രഹസനം കാണിക്കുന്നതിനാണ്. അതൊരു വിശ്വാസിയെ എന്തായാലും അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ട് ഇനിയെങ്കിലും മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾ അല്ലെങ്കിൽ ഈ കോൺട്രവേഴ്സിയും ബാക്കിയുള്ള കാര്യങ്ങളും ഈ പൊട്ടത്തരങ്ങൾ പറച്ചിലും ഈ മീഡിയക്ക് മുമ്പിൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതൊക്കെ നിർത്തിയാൽ നിങ്ങളുടെ കുറിച്ച് ആരും വീഡിയോ ചെയ്യത്തില്ല. അങ്ങനെ വീഡിയോ ചെയ്തില്ലെങ്കിൽ എന്താവും? ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി തന്നെ എന്തെടുക്കും? പയ്യെ മങ്ങി പോകും. പിന്നെ അവർ സോഷ്യൽ മീഡിയ ഇല്ലാതാവും. നിങ്ങളുടെ വരുമാനം നിലയ്ക്കും. അത് നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന എന്റെ കൂട്ടുകാരെല്ലാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, അതിനോടൊപ്പം മാക്സിമം നമുക്ക് സപ്പോർട്ട് തരിക, നമ്മുടെ കൂടെ നിൽക്കുക. വേറെ ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതായിരിക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.